കയ്യും വെട്ടാൻ കാലും വെട്ടാൻ കയ്യും വെട്ടാൻ കാലും വെട്ടാൻ കയ്യും വെട്ടാൻ കാലും വെട്ടാൻ കയ്യും വെട്ടാൻ കാലും വെട്ടാൻ ഞങ്ങളൊന്ന് വിചാരിച്ചോ വേണ്ടി വന്നാൽ തലയും വെട്ടും വേണ്ടി വന്നാൽ തലയും വെട്ടും ആരിത് പറയുമെന്നറിയാമോ കൽപ്പറ്റയിലെ യൂത്ത് കോൺഗ്രസ് നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞ ഷാഫി പറമ്പിലിന്റെ തലയിൽ നിന്ന് ഊറ്റിയ ചോരയുണ്ട്. ആ ചോര ചുടുചോരയാണ്. ഇവിടെ റോഡ് ഉപരോധിക്കുന്ന സമയത്ത് കൽപ്പറ്റങ്ങാടിയിൽ ഇവിടെയുള്ള ഡിവൈഎഫ്ഐയുടെ ചെറ്റകളും CPM-ന്റെ പട്ടികളൊക്കെ റോഡ് ഉപരോധിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെയുള്ള ജനങ്ങള് ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. നിങ്ങൾ നോക്കണം, ആ പാരിസൺ എന്ന് പറയപ്പെടുന്ന ലോറിക്കകത്ത് പ്രിയപ്പെട്ട ഡ്രൈവർ, ഈ കാറിനകത്തുള്ള ഡ്രൈവർ, ഇവരൊക്കെ ഷാഫി പറമ്പിലിന് അടികൊണ്ട ആ വേദനയ്ക്കൊപ്പം നിൽക്കുകയാണ്. അത് പിണറായി വിജയൻ 1000 വട്ടം പിറന്നാലും കിട്ടാത്ത ജനകീയതയാണ് എന്നതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. തല്ലിയ പോലീസിന്റെ പേര് ഞങ്ങൾക്കറിയാം. ആ പോലീസിന് ചീതയൊരുക്കുന്നത് വരെയുള്ള പോരാട്ടം ഞങ്ങൾ ഒരുക്കുമെന്ന് ഓർക്കുകയാണ്. കൽപ്പറ്റ സ്റ്റേഷനിൽ SI ഉണ്ട്, CI ഉണ്ട്, വയനാട് ജില്ലയ്ക്ക് SP ഉണ്ട്. ഞങ്ങളൊന്ന് വിചാരിക്കുകയാണ്, കൽപ്പറ്റയിലെ SI മുണ്ടേരിക്ക് പോകാൻ പാടില്ല, കൽപ്പറ്റയിലെ CI ഈ പറയപ്പെടുന്ന മണിയങ്കോടേക്ക് പോകാൻ പാടില്ല എന്ന് തീരുമാനിക്കാൻ ഇത് പിണറായി വിജയന്റെ തന്തയുടെ തറവാടല്ല കേരളം എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഷാഫി പറമ്പിൽ വടകരയുടെ MP ആണ്. പേരാമ്പ്രയിൽ പോകും, വടകരയിൽ പോകും, മണിയൂര് പോകും. അവിടെ സംഘർഷമുണ്ടാകുമ്പോ അവിടെ പോകേണ്ടത് പിണറായി വിജയന്റെ അച്ഛനായ കോരനല്ല, ഷാഫി പറമ്പിലാണ് ആ മണ്ണിനകത്ത് പോകേണ്ടത്. ആ ഷാഫി പറമ്പില് വിദ്യാർത്ഥികൾക്ക് വിഷയമുണ്ടായപ്പോ അവിടെ പോയപ്പോ ഷാഫി പറമ്പിലിനെ, DCCയുടെ പ്രസിഡന്റ് പ്രവീൺ കുമാറിനെ, അവിടെയുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരെ തല്ലുന്ന പോലീസായി ഇവിടെയുള്ള കേരളത്തിന്റെ പോലീസ് മാറുന്നു. ഒരു കാര്യം പറയുകയാണ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ് അരുൺദേവ്, ഞാനും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. അടുത്ത തവണ ബ്ലോക്ക് പഞ്ചായത്തല്ല, കൽപ്പറ്റ മുനിസിപ്പാലിറ്റി അല്ല, ഞങ്ങൾക്ക് അധികാര താക്കോൽസ്ഥാനം കേരളത്തിന്റെ നിയമസഭയിൽ ഞങ്ങൾ ആരും വിജയിച്ചിട്ടില്ലെങ്കിലും ഈ ചങ്കൂറ്റം പണയം വെക്കാൻ CPM-ന്റെ എച്ചിൽ നക്കിയവരല്ല ഞങ്ങൾ എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്.